ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറിനെ കൊടുത്ത് ചായ കുടിക്കുന്നത് എന്തിനാ? കല്യാണം ക്ഷണിക്കാനായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ വോട്ട് വാങ്ങാൻ തന്നെയാണ് ചെയ്തത്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ സാമുദായിക പ്രസ്ഥാനങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കാണിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ കേരളത്തിൽ അരിച്ചരിച്ച് കടന്നു വരുന്ന വർഗീയത, BJPയുടെ ഒരു അമിതമായിട്ടുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് കേരളത്തിലും അവർക്ക് അതല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വിങ് വരുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അവരുടെ ആ ഒരു മതേതര രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ ആണെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു അജണ്ടയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ള പലരും മാറുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട് ആ മാറ്റത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിന്റെ ലീഡേഴ്സിനോടും പറയാനുള്ളത്, ദയവായിട്ട് BJPയുടെ അജണ്ട ഇങ്ങോട്ട് എടുക്കരുത്. BJP അവരുടെ രാഷ്ട്രീയമായിട്ട് പോകട്ടെ. അത് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് BJP രാഷ്ട്രീയം എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, നേരെ മറിച്ച് BJPക്കാണ് അതിന്റെ ഗുണം കിട്ടുക എന്ന് ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് അടിവരായിട്ട് പറയുന്നുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തീരത്തില് നമ്മൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തമായിട്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്സാണ് പോകേണ്ടത്. അതായിരുന്നു അവർ നേരത്തെ എടുത്തിരുന്നത്. പക്ഷേ 2019 ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ നിലപാട് മാറ്റി. അതുവരെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറിനെ കൊടുത്ത് ചായ കുടിക്കുന്നത് എന്തിനാ? കല്യാണം ക്ഷണിക്കാനായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ വോട്ട് വാങ്ങാൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെ 2019 ശേഷമല്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സാമുദായിക വിഭജനം വന്നിരിക്കുന്നത്. ഈ സാമുദായിക വിഭജനം എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. ആ സാമുദായിക വിഭജനത്തിൽ ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിട്ട് കുറെ കാലം നിന്നിരുന്നു. ഇപ്പം ന്യൂനപക്ഷത്തിനെ പൂർണ്ണമായിട്ടും അവരെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ, ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ആപൽക്കരമായ രീതിയാണ്. ഒരു കാരണവശാലും കേരളീയ സമൂഹം ആക്സെപ്റ്റ് ചെയ്യാനിടയില്ല. കേരളത്തിൽ തന്നെ RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?